CPM-ന്റെ വോട്ടിലുണ്ടായ ചോർച്ച ചർച്ചാ വിഷയമായിട്ടുണ്ട്. ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി തന്നെ ആ ചോർച്ചയെ കുറിച്ച് പറഞ്ഞു. കായംകുളത്ത് CPM LDF 3-ാം സ്ഥാനത്തായി. കായംകുളം മണ്ഡലത്തിൽ തന്നെ 4 പഞ്ചായത്തുകളിൽ NDA 1-ാമത് വരികയും ചെയ്തു. ഇത് എങ്ങനെയാണ് ഡോക്ടർ ജി ഗോപകുമാർ വിലയിരുത്തുന്നത്? കാരണം കഴിഞ്ഞ 1-ാം പിണറായി സർക്കാർ അധികാരം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തന്നെ ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട 2 നേതാക്കളെ ഒഴിവാക്കുന്നുണ്ടായിരുന്നു. ജി സുധാകരനെയും തോമസ് ഐസക്കിനെയും. തോമസ് ഐസക് ഇത്തവണ സ്ഥാനാർത്ഥിയായെങ്കിലും അദ്ദേഹം വിജയിച്ചു. അപ്പൊ ഈ ഇങ്ങനെ ഒരു വെട്ടിനിരത്തൽ അല്ലെങ്കിൽ ഒഴിവാക്കൽ, പ്രധാനപ്പെട്ട ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു തയ്യാറെടുപ്പിലേക്ക് പോകുമ്പോൾ, തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ച പിന്നീട് ആഘാതത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതകളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അപാകതകളുണ്ടായിരുന്നു. കാരണം ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴും ശക്തി എന്ന് പറയുന്നത് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും അങ്ങനെയുള്ളൊരു വലിയൊരു വിഭാഗം ആൾക്കും. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ കുറവില്ലാതിരുന്നിട്ട് എന്തിനാണ് ഇടതുപക്ഷം ഈ 60 വയസ്സിന് മുകളിലുള്ളവർ ഇത്രയും നിർത്തിയത്? മിക്ക ആൾക്കാരും 90% ആൾക്കാർക്കും 60% മുകളിലുള്ള. അപ്പോൾ ഈ പ്രായമുള്ള ആൾക്കാരെ നിർത്തിയാൽ തന്നെ അതിനകത്ത് ഒരു സെറ്റ് ബാക്ക് കിട്ടി. അപ്പോൾ യൂത്തിനും വിമണിനും അതുപോലെ സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്തതിൻ്റെ ഒരു അപാകതയുണ്ടായി. ഗ്രൂപ്പ് വഴക്കുകളുണ്ട്. അത് കായംകുളത്തും നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്തരം പശ്ചാത്തലവും അതിനോടൊപ്പം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച കേന്ദ്രത്തിൽ ലെഫ്റ്റിന് റോളൊന്നും ഇല്ല എന്നുള്ള തോന്നലും ആ സപ്പോർട്ട് കോൺഗ്രസിന് കൊടുത്ത ഗുണം ചെയ്യും. ആ വോട്ട് ട്രാൻസ്ഫർ ഇത്തവണ പോരെങ്കിൽ ഇന്ത്യ മുന്നണി തന്നെ അവർ വന്നു. ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടി ചേരുമ്പോഴത്തേക്കും ഇടതുപക്ഷത്തിന് തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. പക്ഷേ മാത്രമല്ല CPM ഭരണവിരുദ്ധ വികാരം ഒത്തിരി ഉണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. ആ വികാരത്തിൽ തീർച്ചയായിട്ടും ഈ ലെഫ്റ്റ് സിമ്പതൈസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്. UDF വോട്ട് പോയിട്ടുണ്ട്. ലെഫ്റ്റിൻ്റെ വോട്ട് കോൺഗ്രസിന് പോയിട്ടുണ്ട്. കാരണം അതൊന്നുമില്ലെങ്കിൽ UDF മോദിയെ ചെറുക്കുന്ന പാർട്ടിയാണല്ലോ എന്നുള്ള നിലയിലും ഇവിടുത്തെ ഭരണവിരുദ്ധ വികാരം ശക്തമായതും ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ചോർച്ചയ്ക്ക് കാരണമാക്കി. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം കഴിഞ്ഞ തവണ ഒഴിവാക്കിയ പ്രധാനപ്പെട്ട നേതാക്കളെ കുറിച്ച് ജനങ്ങൾക്കുണ്ടായിരുന്ന മതിപ്പ് തീർച്ചയായിട്ടും അത് അവരെ പ്രതിരോധത്തിലാക്കിയിട്ടില്ല. തീർച്ചയായിട്ടും ഒഴിവാക്കി നിർത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതിൽ പ്രത്യേകിച്ച് ജി സുധാകരൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം PWD മിനിസ്റ്ററായിട്ട് ഒരു ആക്ഷേപവും ഉണ്ടാകാത്ത നന്നായിട്ട് പ്രവർത്തിച്ചൊരു മിനിസ്റ്ററാണ്. പക്ഷേ അദ്ദേഹത്തിന് എതിരെ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനെ ചോദ്യം ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ താഴോട്ട് സ്ഥാനക്കയറ്റം നഷ്ടപ്പെടുത്തി. അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെടുന്നൊരു സാഹചര്യം വന്നു. ചുരുക്കത്തിൽ ആലപ്പുഴ ജില്ലയിൽ CPM വല്ലാതെ വൾണറബിളായിട്ട് നിൽക്കുകയാണ്. അവിടുത്തെ പഴയ ശക്തിയൊന്നുമില്ല. അത് വളരെ വ്യക്തമാണ്. സുധാകരൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഒഴിവാക്കിയത്. പിന്നെ തീർച്ചയായിട്ടും തോമസ് ഐസക്കിന് ആ മേഖലയിൽ വേണം സ്ഥാനാർത്ഥിത്വം കൊടുക്കേണ്ടിയിരുന്നു. പത്തനംതിട്ട അല്ലായിരുന്നു തോമസ് ഐസക്ക് വരേണ്ടിയിരുന്നത്. അപ്പോൾ പിന്നെ ശൈലജയുടെ കാര്യത്തിൽ വാസ്തവത്തിൽ നിർത്തേണ്ടിയിരുന്ന സ്ഥലം എവിടെയായിരുന്നു? കണ്ണൂരല്ലായിരുന്നു. KK ശൈലജ നിൽക്കേണ്ടത് കണ്ണൂരാണ്, വടകരയല്ല. കാരണം വടകര നമുക്കറിയാം അവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുണ്ടാകുന്ന ഒരു കൺസോളിഡേഷനുണ്ട്. ആ കൺസോളിഡേഷൻ കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെ ശക്തമായ കൺസോളിഡേഷനിൽ എനിക്ക് യാതൊരു സംശയമില്ല. മുരളീധരനാണെങ്കിലും പുഷ്പം പോലെ ജയിക്കും വടകര, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ അവിടെ ഷാഫി പറമ്പിൽ വന്നപ്പോൾ സ്ഥിതി കുറച്ചുകൂടി വ്യക്തമായി. അപ്പോൾ അതുകൊണ്ട് ശൈലജ ടീച്ചറിനെ നിർത്തേണ്ടിയിരുന്നത് കണ്ണൂരായിരുന്നു, മത്സരം കുറച്ചുകൂടി ശക്തിപ്പെടുവാൻ. മാത്രമല്ല MLA ആയിരുന്ന ഇത്ര ജനകീയമായ ഒരാൾ എന്തിനാണ് പാർലമെൻറ്റിലേക്ക് പറഞ്ഞേക്കുന്നത്? ഈ ചോദ്യം രാധാകൃഷ്ണൻ്റെ കാര്യത്തിലും വരും. ചുരുക്കത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രശ്നങ്ങളുണ്ട്. നല്ല സ്ഥാനാർത്ഥി, അതായത് ഇടതുപക്ഷം ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഭരണവിരുദ്ധ വികാരം, സെൻട്രലിൽ ഒരു ഫോഴ്സല്ല. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ആണ് മുന്നിൽ നിൽക്കുന്നത്, അവരുടെ അലയൻസ് വലുതാണ്. മറുവശത്ത് BJP ദേശീയ തലത്തിൽ വളരെ വലിയ ശക്തിയാണ്, 400 സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നൊരു പാർട്ടിയാണ്. മറുവശത്ത് അതിനോടൊപ്പം ചേർന്ന് BJP കേരളത്തിൽ ചെറുപ്പക്കാരുടെയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും വോട്ട്സ് ഉള്ളപ്പോൾ, എതിർപ്പുള്ളപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പാലിക്കണമായിരുന്നു. രാധാകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നല്ല തീരുമാനമാണ്. അതുകൊണ്ടാണ് ആലത്തൂർ കിട്ടിയത്. അദ്ദേഹം മന്ത്രിയാണ്, പക്ഷേ അദ്ദേഹത്തിനെ മാറ്റിയതിലൊരു സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ആ സീറ്റ് നേടാൻ രാധാകൃഷ്ണൻ ആയതുകൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്.